ഹായ് കൂട്ടുകാരെ, എല്ലാവരും എന്ത് പറയണു? എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ? മഴയൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്നും ഒതുങ്ങിയില്ലേ മഴ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടാവും അല്ലേ? അതേ, നമ്മൾ ഞായറാഴ്ച ഒരു ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഫാമുണ്ട്. എവിടെയാണെന്ന് ചോദിച്ചാൽ ഇഞ്ഞാലക്കുട താഴേക്കാട് ഭാഗമാണത്. താഴേക്കാട് പള്ളിയാണ് ആ ഇടവകയൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ട് എന്ന് പറയണത് ഡേവിസ് ഏട്ടൻ, അങ്ങോട്ട് ബിസിനസ്സൊക്കെ ബോംബെയിലാണ്. അപ്പോൾ ഈ ഫാമുണ്ട് ആ ഭാഗത്ത്. ഈ ഫാമുണ്ട്. ഫാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ സ്ഥലമാണ് കേട്ടോ. കുറേ ഏരിയ ഉണ്ട്. അപ്പോൾ അതിൽ എന്തേ കണ്ട കുറേ സാധനങ്ങളുണ്ട്. മീനിൻ്റെ കുളമുണ്ട്, പിന്നെ ഒരു വീടുണ്ട്. പിന്നെ ഫാമൊന്നും പിന്നെ പ്രത്യേകിച്ച് ആൾക്ക് നോക്കാനും ഇതിനൊന്നും സമയമില്ല. പണിക്കാരെ വെച്ചാലും നമ്മൾ നോക്കണ പോലെ ഒന്നും അവർ നോക്കില്ലല്ലോ. അപ്പം നമ്മൾ ആൾ ബോംബെയിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് അവിടെ കാണാനൊക്കെ ആയിട്ട് പോയതാണ് കേട്ടോ. ഇത് ആളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ പണിതിട്ടുള്ളൊരു വീടാണിത്. പിന്നെ കൊള്ളി അങ്ങനെ കുറേ സാധനങ്ങൾ, തെങ്ങ്, വാഴ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആളവിടെ കൃഷി ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആൾ സ്ഥലത്തില്ലാത്ത കാരണം അത് നോക്കാനും ഇതിനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കുറേ ആൾക്കാരൊക്കെ വന്ന് പിടിച്ചൊക്കെ അത് അതിലുള്ള സാധനങ്ങൾ നാളികേരമൊക്കെ കൊണ്ടുപോകും. പിന്നെ അതേ കണ്ട മീനിൻ്റെ കുളം, കുറേ മീൻകുട്ടികളെയൊക്കെ പ്ലെയിനിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് മീൻകുട്ടികളൊക്കെ ഇട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താ കാര്യം, നോക്കാൻ ആളില്ലായ ഒക്കെയൊക്കെ കുറേയൊക്കെ പോയി. പിന്നെ കുറച്ചൊക്കെ അവിടെ അങ്ങനെ കിടന്ന് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഒഴുകി നടക്കുന്നുണ്ട്. പിന്നെ കൊള്ളി സാധനങ്ങളൊക്കെ ആൾ നട്ടതാണ്. പക്ഷെ കാര്യമായിട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതന്നെ കാരണം, നോക്കാൻ ആളുമില്ല, ആരുമില്ല. ഇതാണ് ഡേവിസ് ഏട്ടൻ്റെ. അപ്പോൾ കുറേ നേരമൊക്കെ ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. നല്ല സ്ഥലമാട്ടോ, നല്ല ഏരിയ, കാണാനും നമുക്ക് സമയം ചിലവഴിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പറമ്പും അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പാടുണ്ട്. അപ്പോൾ അവിടെ റംബൂട്ടാനൊക്കെ വേണ്ടതുണ്ട്. റംബൂട്ടാനൊന്നും പഴുത്തിട്ടില്ല, എന്നാലും അതൊക്കെ കുറേ നേരിയ മധുരമൊക്കെ ഉണ്ട്. അതൊക്കെ കുറേ പൊട്ടിച്ച് പൊന്നു ഞങ്ങളെല്ലാവരും തിന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പാടുണ്ട്. പിന്നെ നമ്മുടെ കാലിമ നടത്തം കണ്ട, കാലിമ പണി കിട്ടിയിരിക്കുന്ന ആ ഒരു ഇതിലാണ്. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കണല്ലോ എന്ന് വെച്ചിട്ട് ഇവരെ കൂടെ പോയതാണ്. വേദനയൊക്കെ നല്ലോണം ഉണ്ട്. പിന്നെ വേദന നടത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത് ഇരട്ടിയായി. ആശുപത്രിയിൽ പോയി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇരിപ്പുണ്ട് കേട്ടോ. എന്നാലും അപ്പോൾ ഇതൊന്നും ഇടണ വീഡിയോ ആയിട്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇതേ പാടുണ്ട്. അവിടെ നമുക്ക് ഈ മീൻ പിടിക്കാമെന്ന് പറഞ്ഞാൽ ചെറിയ രസത്തിനെ ചൂണ്ടയിട്ട് മീൻ പിടിക്കലും ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ സമയമൊക്കെ അവിടെ ചിലവഴിച്ചു കേട്ടാ. കാല് വെച്ച് ചൊണ്ടി പോണാണ്ടില്ലേ, നല്ല വേദനയുണ്ട്. പക്ഷെ പിറ്റേ ദിവസമായപ്പോൾ ഇരട്ടിയായിട്ടാണ് വേദനയൊക്കെ. അപ്പം അങ്ങനെ ഒരു 6-6:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മൂത്തട്ടൊന്നുമില്ല വാഴക്കൊല, എന്നാലും അതൊക്കെ വെട്ടി പിടിച്ചൊക്കെ പോന്നു. വരുന്ന വഴിക്ക് നമ്മുടെ സൂഫി മന്തിയൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് പോന്നു. പിന്നെ ഈ ഫാം അവർ കച്ചവടം ചെയ്യാനായിട്ട്, വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.